സിദ്ധുട്ടാ, എന്താ? കാല് പിടിക്കാനാ ഞാൻ വന്നത്. കാല് പിടിച്ച് അപേക്ഷിക്കാൻ. എന്നെ ഒന്ന് സഹായിക്കണം. പ്രേമിച്ച് പറഞ്ഞ പ്രപ്പോസല് അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എന്നെ നിരാശപ്പെടുത്തരുത്. നീയും വിഷ്ണു തമ്മിൽ എന്താ ബന്ധം? അത്ര അടുപ്പമുള്ള ഒരാൾക്ക് വേണ്ടി അല്ലാതെ നീ ഇങ്ങനൊന്നും ചെയ്യില്ലല്ലോ. പറ, ആരാ അവന്റെ? അതൊക്കെ പിന്നീട് ഒരിക്കലും ഞാൻ പറയാം. വിഷ്ണു അകത്ത് കിടക്കുന്ന ഓരോ ദിവസവും എനിക്ക് പ്രശ്നമാണെന്ന് മാത്രം സിദ്ധുവേട്ടൻ മനസ്സിലാക്കിയാൽ മതി. ഇറങ്ങാൻ വൈകുന്തോറും കോംപ്ലിക്കേഷൻസും കൂടി വരും. എന്നെ വക വരുത്താൻ വരെ വിഷ്ണു തയ്യാറാവും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ മരിച്ച അത് സിദ്ധുവേട്ടൻ ചെയ്തതാണെന്ന് എല്ലാരും പറയും. ഞാൻ കാരണം സിദ്ധുവേട്ടനൊരു ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല. വെറുതെ അല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. പകരം ഡിവോഴ്സ് ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. ഞാൻ വാക്ക് മാറ്റുമെന്ന് പേടിയുണ്ടോ സിദ്ധുവേട്ടന്? ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല. വേണമെങ്കിൽ നമ്മൾ തമ്മിൽ ഉണ്ടാക്കുന്ന എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു നോട്ടറി കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കാം. എന്തിനും ഞാൻ തയ്യാറാ. എനിക്കൊന്നും വിഷ്ണുവിനെ പുറത്തിറക്കിയാൽ മാത്രം മതി. ഞാനൊന്ന് ശരിക്കും ആലോചിക്കട്ടെ. എല്ലാ വശവും ചിന്തിച്ചിട്ടേ ഞാനൊരു തീരുമാനത്തിലെത്തൂ. എന്റെ ഗുഡ്വില്ലിനെ ബാധിക്കുന്ന പ്രശ്നമാണ് വിഷ്ണുവിന്റെ ജാമ്യഹർജി എന്നറിയാലോ. അതുകൊണ്ട് കൂട്ടിയും കിഴിച്ചും നോക്കണം. എങ്ങനെ നോക്കിയാലും സിദ്ധുവിന്റെ തന്നെയായിരിക്കും ലാഭം. ഞാൻ ഒഴിഞ്ഞ എന്റെ സ്ഥാനത്ത് വരാൻ പോകുന്നത് ദേവികയാണ്. അതോടെ ദേവികയുടെ കഷ്ടപ്പാടും മാറും. ഒരുപാട് പേര് രക്ഷപ്പെടുന്നൊരു തീരുമാനം, അതാണ് സിദ്ധുവേട്ടൻ എടുക്കാൻ പോകുന്നത്. അനുകൂലമായൊരു തീരുമാനം തന്നെ ഞാൻ പ്രതീക്ഷിക്കും. സിദ്ധുവേട്ടൻ എന്റെ പ്രതീക്ഷകളെ തകർക്കരുത്. സിദ്ധു, അവസാനം അവള് സമ്മതിച്ചു ദേവികെ. വിഷ്ണു പുറത്തിറങ്ങണമെങ്കിൽ ഡിവോഴ്സ് അംഗീകരിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചു. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ചന്ദ്രയ്ക്കത് ശരിയെന്ന് പറയേണ്ടി വന്നു. ചന്ദ്രയ, വിശ്വസിക്കണ്ട. അതൊരടവായിരിക്കും, പറയാൻ പറ്റില്ല. ഞാൻ വക്കാലത്ത് കൊടുത്തില്ലെങ്കിലും 90 ദിവസം കഴിയുമ്പോൾ വിഷ്ണുവിന് ജാമ്യം കിട്ടും. സ്വാഭാവിക ജാമ്യം. അതിനേക്കാളും നല്ലത് ഇത് തന്നെയല്ലേ? അവളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ അവളെ വിശ്വസിക്കുമെന്ന് ദേവിക്ക് തോന്നുന്നുണ്ടോ? വിശ്വസിച്ചിട്ടൊന്നുമില്ല, ഒരു ശ്രമം. അതിലെന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായാൽ അത്രയും ആയല്ലോ. ഞാനതല്ല ചിന്തിക്കുന്നത്. വിഷ്ണുവിന് വേണ്ടി ഇത്രയും വലിയ ത്യാഗം അവളെ സഹിക്കുന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഈ വിഷ്ണു? എന്തായിരിക്കും അവർ തമ്മിലുള്ള ബന്ധം? ആ സംശയം എനിക്കുണ്ട്. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, അവർ തമ്മിൽ നമ്മൾ അറിഞ്ഞതോ കേട്ടതോ ആയ ബന്ധമല്ല ഉള്ളത്. അതിനും അപ്പുറമുള്ള എന്തോ ഒരു അടുപ്പം, അതാ അവർ തമ്മിലുള്ളത്. എനിക്ക് പല സംശയങ്ങളുണ്ട്. വ്യക്തമായ തെളിവുകളില്ലാത്തതുകൊണ്ട് ഞാനത് പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എല്ലാം സിദ്ധു ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടട്ടെ. പറയാറായിട്ടില്ല. ശ്വാസം മുട്ടി കഴിയാൻ ഞാൻ ഈ കുരുക്കിന്ന് 1 മിനിറ്റ് മുൻപെങ്കിൽ 1 മിനിറ്റ് മുൻപ് എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷേ നാളെ രാവിലെ ഞാൻ ചന്ദ്രയുടെ മുൻപിൽ മറ്റൊരു ഡിമാൻഡ് കൂടി വെക്കുന്നുണ്ട്. അതും കൂടി അവൾ സമ്മതിക്കണം. എങ്കിലേ വിഷ്ണുവിന്റെ കേസ് ഞാൻ ഏറ്റെടുക്കൂ. അതെന്താ പുതിയൊരു ഡിമാൻഡ്? അതൊക്കെയുണ്ട്. അതുകൂടി അവൾ സമ്മതിക്കണം. അങ്ങനെ ചെയ്താലേ എനിക്ക് സമാധാനം കിട്ടൂ.
അവളത് സമ്മതിക്കുകയോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. സമ്മതിച്ചേ പറ്റൂ, അല്ലെങ്കിൽ രണ്ടും നടക്കത്തില്ല. വിഷ്ണുവിനെ ഞാൻ പുറത്തിറക്കുകയില്ല, ഞങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് നടക്കുകയില്ല. പ്രാർത്ഥിക്കും, എല്ലാം അവള് സമ്മതിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും.